സർക്കാരിനും തനിക്കും PR ഏജൻസിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇതിനായി ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെന്റ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഭിമുഖ സമയത്തൊപ്പം ഉണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ എന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി. TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം ദ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ കഴിയുമോ എന്ന് തന്നോട് ചോദിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലേഖികയ്ക്കും സുബ്രഹ്മണ്യത്തിനുമൊപ്പം മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നെന്നും അതാരാണെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് ADGPയുടെ ഈ പ്രവർത്തനം. ചെറിയ ആളുകളെയൊന്നും അല്ല പോയി കണ്ടത്, RSSൻ്റെ ദേശീയ നേതാക്കളെ കണ്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു. RSSും പിന്നീട് സമ്മതിക്കുകയുണ്ടായി. ഈ ADGPയെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ഇച്ഛാശക്തിയോടുകൂടി ആ തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരാത്തതിൽ നിരാശയുണ്ട്. എന്നാൽ PR ഏജൻസിയാണ് തനിക്കും സർക്കാരിനും PR ഏജൻസിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇതിനായി ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് സർക്കാരിനെയും മുഖ്യമന്ത്രിയൊക്കെ കൊണ്ടെത്തിച്ച വിവാദം, ആ വിവാദത്തിൽ അതൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതൊരു പത്രത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ഇടപെടലിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു നിയമ നടപടിക്ക് മുഖ്യമന്ത്രി തയ്യാറാകാത്തതും സംശയാസ്പദമല്ലേ? അതല്ലേ ഇപ്പോൾ പ്രതിപക്ഷത്തിനടക്കം കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആയുധമായിരിക്കുന്നതും? ഗോകുൽ, ഉറപ്പായിട്ടും. കാരണം ഈ നമ്മുടെ PR വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് നമ്മൾ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേരിൽ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു വിവാദ പരാമർശം അത് ഒരു ഏജൻസി വഴി നൽകിയെന്ന രാജ്യത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രം അവരുടെ വാർത്താക്കുറിപ്പിൽ ഔദ്യോഗികമായി വിശദീകരിക്കുന്നു. എന്നാൽ ആ PR ഏജൻസിക്കെതിരെയോ അതല്ലെങ്കിൽ ആ പത്രത്തിനെതിരെയോ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. നിയമ നടപടി എടുക്കുമോ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു, അവർ തിരുത്തൽ നടത്തി എന്നുള്ളത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ, ഇന്നലെ നമ്മൾ 24 നൽകിയ വാർത്തയായിരുന്നു. അതായത് ഈ വിവാദമായിട്ടുള്ള അഭിമുഖം നടക്കുമ്പോൾ ശോഭന K നായർ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യുമ്പോൾ കെയ്സർ എന്ന് പറയപ്പെടുന്ന ഏജൻസി അതിന്റെ 2 പ്രതിനിധികളൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണം. എന്നാൽ നമ്മൾ ആ വാർത്ത നൽകിയത് ഒരു മുൻ CPM MLAയുടെ മകനായിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്, കെയ്സറിന്റെ പ്രതിനിധിയും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. അതിൽ ഒരു കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു, 2 കാര്യവും ശരിവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം, TK ദേവകുമാർ, മുൻ ഹരിപ്പാട് MLA ആയിട്ടുള്ള TK ദേവകുമാറും ഇപ്പോൾ കയർഫെഡിന് ചുമതലയുമുള്ള TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യനാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ആളെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകാൻ വേണ്ടി തന്നെ സമീപിച്ചത് TK ദേവകുമാറിന്റെ മകനായ TD സുബ്രഹ്മണ്യനാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അഭിമുഖം നൽകി, അല്ലാതെ PR ഏജൻസിയുമായി തനിക്ക് ബന്ധമില്ല, കെയ്സർ എന്ന് പറയപ്പെടുന്ന ഏജൻസിയെ തനിക്കോ സർക്കാരിനോ അറിയില്ല എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ചോദ്യം കൂടി ആവർത്തിച്ചത്. 1 മാസം മുൻപാണ് ഖലീജ് ടൈംസ് എന്ന് പറയപ്പെടുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വരുന്നത്. സംസ്ഥാനം ദുരന്തമുഖത്ത് സ്വീകരിക്കുന്ന നടപടികൾ
സംബന്ധിച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ അഭിമുഖം. ആ അഭിമുഖവും കേസൻ വഴിയാണ് തരപ്പെടുത്തിയതെന്നുള്ള വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നാൽ ആ വിവരം മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി കേസൻ എന്ന് പറയപ്പെടുന്ന ഏജൻസി, കേസൻ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയെ തനിക്കറിയില്ല എന്നുള്ള കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി അഭിമുഖത്തിലെ മലപ്പുറം വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ താൻ പറയാത്ത ഭാഗമുണ്ടായി. ഏതെങ്കിലും ജില്ലയെ കുറ്റം പറയുന്ന രീതി തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. താനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ പറയുന്ന ഭാഗം ഏതെങ്കിലും ചെറുപ്പക്കാരിൽ നിന്ന് വാങ്ങിയോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു നിയമ നടപടി, സംസ്ഥാന സർക്കാരിന്റെ കേസെടുക്കാം, അന്വേഷിക്കാം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെക്കുറിച്ച് കൊണ്ട് മുഖ്യമന്ത്രിക്ക് അന്വേഷണം നടത്തിപ്പിക്കാമെന്നാൽ ആ വിധത്തിലുള്ള ഒരു അന്വേഷണവും നടത്തുമോ എന്നുള്ള ചോദ്യം